എലീശയുടെ ജീവിതത്തിൽ ഓപ്പൺ ഹെവൻ എക്സ്പീരിയൻസ്, തുറന്ന സ്വർഗത്തിന്റെ അനുഭവം ഉള്ളതുകൊണ്ട് ഭൂമിയിലുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ തനിക്ക് തടസ്സമേ അല്ല. നദി തടസ്സമല്ല, വിഷം തടസ്സമല്ല. ഒരിക്കൽ കലത്തിൽ മരണമുണ്ടെന്ന് പറഞ്ഞ് പ്രവാചകന്മാരെല്ലാം നിലവിളിക്കുകയായിരുന്നു. അവർ കുക്ക് ചെയ്തപ്പോൾ എന്തോ വിഷകരമായുള്ളത് അതിൽ പെട്ടുപോയി, കുടിച്ചു. മരണം, ഇപ്പോൾ മരിച്ചു പോകുമെന്നുള്ള ഭീതി പടർന്നു. എന്നാൽ അഭിഷിക്തൻ എലീശ പ്രവാചകൻ അതിൽ നിന്നും അവരെ രക്ഷിച്ചു ദൈവശക്തിയാൽ. ഒരിക്കൽ ഒരുവൻ വായ്പ വാങ്ങി കോടാലി കൊണ്ടുവന്ന് വെട്ടുകയാണ്. കോടാലി വെള്ളത്തിൽ വീണുപോയി. അപ്പോൾ പ്രവാചകന്റെ അടുക്കൽ സങ്കടം പറഞ്ഞു, ഞാൻ വായ്പ വാങ്ങിയതാണ്, എനിക്കത് തിരികെ കൊടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ കടക്കാരനായി പോകും. ഇന്ന് ഒരു പക്ഷേ JCB ഉള്ളതിന് തുല്യമാണ് അന്നൊരു കോടാലി ഉള്ളത്. ഒരു JCB ഒരാളുടെ നിന്ന് കടം വാങ്ങി കൊണ്ടുവന്നിട്ട് JCB ഒരു വലിയ കൊക്കയിൽ എന്തെങ്കിലും വീണുപോയെങ്കിൽ JCB തിരിച്ചു കൊടുക്കണ്ടേ? നടക്കുന്ന കാര്യമാണോ? വലിയ ബാധ്യതയുള്ള ഒരു കാര്യമാണ്. അതേ അനുഭവമാണ് അവർക്കെന്നൊരു കോടാലി. പ്രവാചകൻ വന്നു, താൻ വെള്ളത്തിൽ ഒരു കോല് വെട്ടിയിട്ടു. ആ കോടാലി പൊങ്ങി വന്നു. കരം നീട്ടിയെടുക്കാൻ പറഞ്ഞു. ബുദ്ധിക്ക് നിരക്കില്ല, യുക്തിക്ക് നിരക്കില്ല. ബുദ്ധിക്ക് നിരക്കാത്ത, യുക്തിക്ക് നിരക്കാത്ത മഹത്വകരമായ കാര്യങ്ങളെ തൻ്റെ മക്കൾക്കായി കർത്താവ് പ്രവർത്തിക്കുന്നു. അത് ഏറ്റെടുക്കുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ദാരിദ്ര്യങ്ങൾ മാറട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും. കർത്താവ് വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ആരാധിക്കാം. മുൻമാരിയേക്കാൾ പിന്മാരി മഹത്വം നിറഞ്ഞതായിരിക്കും, ഭയങ്കരമായിരിക്കും.